നമസ്കാരം സുഹൃത്തുക്കളെ. കുറച്ച് ദിവസമായി ഇവിടുത്തെ കമ്മിയും സുഡാപ്പിയും കൊങ്ങിയും ഒക്കെ ഭയങ്കര നിലവിളിയായിരുന്നു. എന്തുകൊണ്ട് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, അയാൾ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന്. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണെന്ന് തോന്നുന്നു, ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മാപ്രാളായതുകൊണ്ട് വിശ്വസിക്കാനും പറ്റില്ല. ആടിനെ പട്ടിയാക്കുന്ന ടീമാണ്. എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ആ മുഴുവൻ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ പറയുന്നത്, എത്ര ആലോചിച്ചിട്ടും അതിൽ കേസെടുക്കാനും മാത്രം എന്താണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിയമം അല്പമെങ്കിലും അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന അല്ലെങ്കിൽ അവർ പറയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ആ വീഡിയോ മുഴുവൻ കണ്ട ഏതൊരു വ്യക്തിയും പറയും അതിലെന്താണ് ടി.ജി. തെറ്റായിട്ട് പറഞ്ഞത്. അദ്ദേഹം പ്രധാനമന്ത്രി ആവുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ആ അധികാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു സമരം നടത്തിയാൽ ഞാൻ ചിലപ്പോൾ അവർക്കെതിരെ വെടിവെക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പ്രധാനമന്ത്രിയല്ല, അല്ലെങ്കിൽ ആ അധികാരമൊന്നും അദ്ദേഹത്തിനില്ല. അത് ആവുമ്പോൾ നോക്കിയാൽ പോരെ എന്നായിരിക്കും കോടതി ചോദിക്കുക. ഇത് കോടതിയിലെത്തും എന്നെനിക്ക് തോന്നുന്നില്ല. ഇന്ന് വൈകുന്നേരം, അതായത് ഈ ഞായറാഴ്ച വൈകുന്നേരം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനോ മറ്റോ കസ്റ്റഡി എടുക്കുന്നു. എന്തായാലും ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കുമെന്ന് തോന്നുന്നില്ല. ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കിയാൽ ആ സ്പോട്ടിൽ തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് വെറുതെ വിടേണ്ടി വരും. പരമാവധി ചെയ്യാൻ പറ്റുക ഒരു രാത്രി അദ്ദേഹത്തിന് ഒരുപക്ഷെ സ്റ്റേഷനിൽ ഇരുത്തുക എന്നോ മറ്റോ, അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ള. പക്ഷേ അത് ഭാവിയിൽ പണിയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ടി.ജി. മോഹൻദാസ് എൻ്റെ അറിവിൽ LLB കാരനാണ്, അദ്ദേഹം വക്കീലാണ്. പിന്നെ മറ്റൊരു അറിവ് കൂടിയുണ്ട്, അദ്ദേഹം ഈ എന്താ പറയുക, ചില വടക്കടയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്, ഇഡലിയും വടയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു കടയിൽ നിന്നാണ് അതിനെ പൊതുവെ കളിയാക്കി വിളിക്കുന്നത്. അങ്ങനത്തെ വടയക്കൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ LLB ഒന്നുമല്ല, അദ്ദേഹം പഠിച്ച് നേടിയ LLB ആണ്. അതിനാൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ ഇങ്ങനെ അദ്ദേഹത്തിനെ അനധികൃതമായിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസിന് പോകുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് കോടതിയിലൊന്നും നിൽക്കുന്ന കേസല്ല. കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ കോടതി സ്വാഭാവികമായിട്ടും ചോദിക്കും എന്താണ് കേസ് ചോദിക്കും. അപ്പം പോലീസ് പറയുന്നത്, അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന വക്കീൽ പറയാൻ പോകുന്നത് എന്തായിരിക്കും? ടി.ജി. മോഹൻദാസ് എന്ന വ്യക്തി അധികാര സ്ഥാനത്ത് എത്തിയാൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് എത്തിയാൽ ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ അദ്ദേഹം അവർക്കെതിരെ വെടിവെക്കാൻ ഓർഡർ കൊടുക്കും, ജലപീരങ്കി ഉപയോഗിക്കും, ടിയർ ഗ്യാസ് എറിയും, ഗ്യാസ് ഉപയോഗിക്കും, രാത്രി ഉപയോഗിക്കും, തോക്കുകൊണ്ട് വെടിവെക്കാനൊക്കെ പറയും എന്ന് അദ്ദേഹം പറഞ്ഞത് ആ വീഡിയോയിലുണ്ട് എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്. ഇതല്ലാതെ എന്ത് പറയാനാണ്? കോടതി സ്വാഭാവികമായിട്ടും എന്തായിരിക്കും പറയുന്നത്? ടി.ജി. മോഹൻദാസ് ആരാണിപ്പോൾ? അദ്ദേഹം ഒരു വക്കീലാണ്, ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം പ്രധാനമന്ത്രി ആവുമ്പോൾ അല്ലെങ്കിൽ ആ അധികാര സ്ഥാനത്ത് എത്തുമ്പോൾ അദ്ദേഹം അത് ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. ശരി, അപ്പോൾ നോക്കാം എന്ന് പറയും. അല്ലാതെ കോടതിക്ക് ഇതിനകത്ത് എന്ത് പറയാൻ പറ്റും? ഒരാളിപ്പോൾ ഇരുന്ന് പറയുകയാണ് എനിക്ക് ലോകം മുഴുവൻ നിയന്ത്രിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ ഞാൻ കുറേ എണ്ണത്തിനെ അങ്ങ് ശരിയാക്കി കളയും എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ? ഇതല്ലാതെ എന്താണ് ടി.ജി. മോഹൻദാസ് ആ വീഡിയോയിൽ പറഞ്ഞു വെച്ചത്? ഡൽഹിയിൽ നടന്ന CJPയുടെ സമരത്തിന് കേന്ദ്ര സർക്കാർ അത് സംയമനത്തോടെ അതിനെ നേരിട്ടു. അവസാനം അവർ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് ആ സമരം തന്നെ നിർത്തി. അതിന് പകരം ടി.ജി. മോഹൻദാസ് എന്ന ആ വ്യക്തിയായിരുന്നു, അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ പറയുന്നത് ടി.ജി. മോഹൻദാസ് എന്ന ഞാനാണ് ആ മോദിയുടെ സ്ഥാനത്തിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആ അധികാര സ്ഥാനത്തിരിക്കുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ സമയത്ത് ചിന്തിക്കുക എന്താണ്, സമരക്കാരെ പോലീസിനെ കൊണ്ട് നേരിടും, ലാത്തി ചാർജോ വെടിവെപ്പൊക്കെ ആയിരിക്കും, കുറേ പേര് ചാവും, അവരെയൊക്കെ എടുത്ത് മോർച്ചകളിലോട്ട് തട്ടും. ഈ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ കേസെടുക്കാനും മാത്രം എന്താ ഉള്ളത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കേസെടുത്തത് തന്നെ പുലിവാലാവുന്ന ലക്ഷണമാണ്. കാര്യം ആ മനുഷ്യൻ എന്തായാലും കോടതിയിൽ പോകും, ഉറപ്പ് കേസാണ്. എന്നെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്നറിയാൻ വേണ്ടി അദ്ദേഹം കോടതിയിൽ പോകും. ഈ കേസ് തന്നെ, ഇത് തന്നെ ഇവർ കസ്റ്റഡിയിൽ എടുത്തെന്ന് പറയുന്നു. നമ്മുടെ മാപ്രകളാണ് പറയുന്നത്. എത്രമാത്രം വിശ്വാസം ഉണ്ടെന്ന് അറിയില്ല. അദ്ദേഹം അത് ഷൂട്ട് ചെയ്ത ഉപകരണങ്ങൾ അവർ അന്വേഷിക്കുന്നുവെന്ന് പറയുന്നു. പരമാവധി ഇവർക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ആ വീഡിയോ എന്തായാലും കൃത്രിമമായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ആ വീഡിയോ അതേപടി തന്നെ മുഴുവനായിട്ട് കോടതിക്ക് മുന്നിൽ അവർക്ക് കാണിക്കേണ്ടി വരും. കോടതിയിലിരിക്കുന്ന ജഡ്ജ് ആ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹം എത്തിച്ചേരുന്ന നിഗമനം എന്തായിരിക്കും? ടി.ജി. മോഹൻദാസ് എന്ന സാധാരണക്കാരനായിട്ടുള്ളൊരു വക്കീൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്കാണ് അധികാരം കിട്ടുന്നതെങ്കിൽ, മോദിക്ക് പകരം ഞാനാണ് അവിടെ എങ്കിൽ ഞാൻ ചിലപ്പോൾ അതിനെ ഇങ്ങനെയായിരിക്കും നേരിടുന്നത് എന്ന് പറയും. ശരി, ആ സ്ഥാനത്തേക്ക് എത്തട്ടെ, അതിനുശേഷം ആലോചിക്കാം എന്നേ കോടതി പറയും. അല്ലാതെ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടി, ഒരു ശിക്ഷ എടുക്കാൻ ഇന്ത്യൻ നിയമത്തിൽ വകുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ആരെ ബോധിപ്പിക്കാനാണ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, ഇതിലും വലിയത് ടി.ജി. പറഞ്ഞത് അദ്ദേഹം ആ സ്ഥാനത്ത് എത്തിയാൽ അദ്ദേഹം ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ വേറൊരുത്തൻ കലാപം നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തു, കല്ലുകൊണ്ടോ പോലീസിനെ എറിയിടാൻ നല്ല രസമുണ്ട്, പാർലമെൻറ്റ് പൊളിക്ക്, തകർക്ക്, സുപ്രീം കോടതി പൊളിക്ക്, ഭരണഘടന കത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുത്തനുണ്ട്. ഇത്ര ദിവസമായിട്ടും അവനെ ആരും അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കേട്ടില്ല അങ്ങനെ ഒരു വാർത്ത. പ്രധാനമന്ത്രിയുടെ അമ്മയെ പറഞ്ഞ ഒരാളുണ്ട്, ആണാണോ പെണ്ണാണോ എന്നറിയില്ല, അയാളെയും പിടിച്ചതായിട്ട് നമുക്കറിയില്ല. അപ്പോഴാണ് ഇതാ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി ടി.ജി. മോഹൻദാസിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തു എന്ന വാർത്ത വരുന്നത്. നല്ലതാണ്, ഭരിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലതാണ്. ഇതെന്താവും എന്ന് നാളെ എന്തായാലും ഒരുപാട് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല. കോടതി ചെന്ന് കഴിഞ്ഞാൽ കോടതി ചുരുട്ടി കൂട്ടി ദൂരക്കളയും ഈ കേസ്. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അഥവാ സംഭവിച്ചാൽ ഇതിന് പിന്നിലുള്ള എല്ലാവരും ഇതിൻ്റെ പിന്നെ കുറേ ഓടേണ്ടി വരും. കാരണം അയാൾക്ക് നിയമം അറിയാവുന്ന ആളാണ്, അയാൾക്ക് വേണ്ടി വാദിക്കാനും ആൾ കാണും. ഇത് അദ്ദേഹത്തിനെ നിയമവിരുദ്ധമായിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും കൂലി കൊടുക്കേണ്ടത് തന്നെ വരും. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇതിന് മുകളിലും അധികാര സ്ഥാനങ്ങളും ഉണ്ട്, മറ്റ് സംവിധാനങ്ങളും ഉണ്ട് എന്ന് എല്ലാവരും ഓർത്താൽ നന്നായിരിക്കും.